My dear little champs, welcome back to EduPort. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണിത മിസ് ആണ്. സോ നമുക്ക് സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ നമ്മൾ പുതിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ പുതിയ ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങളടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം മിസ് പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അല്ലെ, നമ്മളെ തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം കുറേ പേർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? നമ്മുടെ ക്ലാസ്സിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ മുന്നിലിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കുറിച്ച് പറയുകയാണ് അല്ലെ, അതും ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ ആവില്ലേ, ഒന്ന് പേടി വരാൻ സാധ്യതയുണ്ട്. സോ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടും കൂൾ ആയിട്ടും എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നല്ല ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതിനു മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ മക്കളെ, നമ്മുടെ EduPortal നമ്മുടെ സൂപ്പർ ബാച്ച്, പുതിയ ബാച്ച് ജൂൺ 5 ബിഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തുന്നത്. നമുക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ് അല്ലാതെ സൂം ലൈവ് ക്ലാസ് ഒക്കെ തന്നെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പിന്നെ ഗെയിമിഫൈഡ് ലേണിംഗ്, നിങ്ങളൊരു ഗെയിം കളിക്കുന്ന പോലെ നമ്മുടെ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്കൊരു ഗെയിം കളിക്കുന്ന പോലെയാണ് നമ്മൾ പഠിക്കാനൊക്കെ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ ആപ്പിൽ ഈ വർഷം തൊട്ട് വേറെ 2-3 കാര്യങ്ങളും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡൗട്ട് ക്ലിയറൻസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലേ, അയ്യോ എനിക്കൊരു ഡൗട്ട് വരികയാണ്, അത് ഞാൻ എങ്ങനെയാ ടീച്ചർ എടുത്ത് ചോദിക്കാന്ന്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്ത് നേരിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. ദാ ഈ യൂട്യൂബിൽ കാണുന്ന ഞങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിയും നമ്മുടെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ക്വിസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ജൂൺ 5 നമുക്ക് അറിയാമല്ലേ, നമ്മുടെ ലോക പരിസ്ഥിതി ദിനമാണല്ലോ. സോ പരിസ്ഥിതി ദിനത്തിന് അന്ന് എന്തായാലും ഒരു ക്വിസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ സ്കൂളിലും ഒരു ക്വിസ് ഉണ്ടാവും അല്ലേ. സോ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കൂളിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, ഇപ്പം August 15 അല്ലെങ്കിൽ അല്ലെ ടീച്ചേഴ്സ് ഡേ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ, ഇപ്പോൾ ഓസോൺ ഡേ, എർത്ത് ഡേ, മൂൺ ഡേ അല്ലെ, ഇതിനൊക്കെ നമുക്ക് സ്കൂളിൽ ക്വിസ് ഉണ്ടാവും. ആ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും അതിന് ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുതിയ ഫീച്ചറും കൂടെ നമ്മൾ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. ഇനി നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയട്ടെ. മിസ് പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോണ്ടന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ മിസ് കമന്റ് ബോക്സിൽ ഒരു നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിലും ഇല്ലാന്നാണെങ്കിലും ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ഗൂഗിൾ ഫോം ആണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാതെ ഇപ്പൊ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതൊന്നും നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കമന്റ് ബോക്സിൽ അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെയും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും ലിങ്ക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. കാരണം മിസ് ഇതാ ഇപ്പൊ ഈ പറയാൻ വേണ്ടി പോകുന്ന ഈ PDF ഒക്കെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ്, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ചാനലിലുമാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയായിട്ട് EduPortന്റെ കൂടെ പഠിക്കാം. റെഡി അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. സോ സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ വിഷ് ചെയ്യുക. നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഭയങ്കര പ്ലസന്റ് ആയിട്ട് നമ്മൾ വിഷ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ആദ്യം എന്താണ് പറയേണ്ടത്? ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പൊ ചോദിക്കും, മിസ്സേ ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡിലാണ് മിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, രാവിലെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞ് തുടങ്ങുക. ഇനി ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ എന്താ പറയണത്? ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, മൈ നെയിം ഇസ് അല്ലെ, അത് വളരെ ക്ലിയർ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയാം. എന്താണ്? മൈ നെയിം ഇസ് വർണിത, അല്ലെങ്കിൽ മൈ നെയിം ഇസ് അനന്യ, മൈ നെയിം ഇസ് ഫാത്തിമ. അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പറയാം കേട്ടോ. നെക്സ്റ്റ്, ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നുള്ളതല്ലേ, നിങ്ങൾക്ക് എത്ര വയസ്സായി? ഐ ആം 12 years old, അല്ലെങ്കിൽ ഐ ആം 11 years old എന്ന് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പറയാം കേട്ടോ. നെക്സ്റ്റ്, ഐ കം ഫ്രം ഡാഷ്, നിങ്ങളുടെ സ്ഥലം. ഓക്കെ, ഐ കം ഫ്രം നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരാണോ, എവിടെയെങ്കിലും വീട് എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ പറയാ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ. ചിലപ്പോൾ നമ്മൾ ഗ്രാമത്തിലായിരിക്കും ജീവിക്കുന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് പറയാം. അതല്ല, ഇനി നിങ്ങളൊരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൗൺ എന്ന് പറയാം. ഇനി അത് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഐ
കം ഫ്രം എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുറെ പേര് തെറ്റിക്കുന്ന ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം. മൈ സെൽഫ് എന്ന് നിങ്ങൾ പറയരുത്. മൈ നെയിം ഇസ് അല്ലെങ്കിൽ ഐ ആം എന്ന് തന്നെ പറയാ, മൈ സെൽഫ് എന്ന് പറയരുത് കേട്ടോ. ഒന്നെങ്കിൽ മൈ നെയിം ഇസ് എന്താ അനന്യ, അല്ലെങ്കിൽ എന്താണ് ഐ ആം അനന്യ, അങ്ങനെ പറയാ, അല്ലാതെ മൈ സെൽഫ് പറയാണ്ടിരിക്കാൻ നോക്കുക. നെക്സ്റ്റ് വൺ, ഐ ആം കമ്മിങ് ഫ്രം. ചിലർ മിക്കവാറും കുട്ടികൾ തെറ്റിച്ച് പറഞ്ഞാണ് ഐ ആം കമ്മിങ് ഫ്രം. ആ കമ്മിങ് ഫ്രം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എവിടുന്നോ നടന്നു വരുന്നു എന്നുള്ള മീനിങ് ആണ് വരിക. സോ അത് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. എന്താ നമ്മൾ പറയേണ്ടത്? ഐ കം ഫ്രം, അല്ലെ ഞാൻ അവിടെ നിന്നാണെന്ന് പറയാൻ ഐ കം ഫ്രം, അല്ലെങ്കിൽ എന്താണ് ഐ ലിവ് അറ്റ്, അല്ലെങ്കിൽ ഐ ലിവ് അറ്റ്. ഓക്കെ, ഞാൻ അവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും പറയാം. ഇനി നെക്സ്റ്റ് ഇതാ, ലെറ്റ് മീ ടെൽ യു എ ലിറ്റിൽ അബൌട്ട് മൈ ഫാമിലി. അല്ലെ നിങ്ങൾക്ക് എന്ത് പറയാം? ലെറ്റ് മീ ടെൽ യു എ ലിറ്റിൽ അബൌട്ട് മൈ ഫാമിലി. എൻ്റെ ഫാമിലിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താ? there are ഡാഷ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. അല്ലെ എൻ്റെ ഫാമിലിയിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, 4 മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 മെമ്പേഴ്സ് ഉണ്ട്. എത്ര ആൾക്കാരാണോ നമ്മളെ കുടുംബത്തിലുള്ളത് അവരുടെ നമ്പർ പറയാം കേട്ടോ. നെക്സ്റ്റ്, മൈ ഫാദേഴ്സ് നെയിം ഇസ് ഡാഷ് ആൻഡ് ഹി ഈസ് ഡാഷ്. അല്ലെ മൈ ഫാദേഴ്സ് നെയിം ഇസ്, എൻ്റെ അച്ഛൻ്റെ അല്ലെ ഉപ്പാന്റെ പേര് അല്ലെങ്കിൽ ഫാദറിന്റെ പേര് എന്നുള്ളതാണ്. മൈ ഫാദേഴ്സ് നെയിം ഇസ് ഡാഷ് ആൻഡ് ഹി ഈസ് ഡാഷ്. അല്ലെ അദ്ദേഹം എന്താണ്? ഒരു ബിസിനസ് മാൻ ആണ്, ഒരു ടീച്ചർ ആണ്, ഒരു ഡ്രൈവർ ആണെന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാട്ടോ. നമ്മുടെ ഫാദറിന് എന്താണോ ജോലി എന്നുള്ളത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാട്ടോ. നെക്സ്റ്റ്, മൈ മദേഴ്സ് നെയിം ഇസ് ഡാഷ്. ഇതേപോലെ തന്നെ എന്താ പറയാ? നമ്മുടെ അമ്മയുടെ പേരല്ലേ. മൈ മദേഴ്സ് നെയിം ഇസ് ഡാഷ് ആൻഡ് ഷീ ഈസ് എ ഡാഷ്. അല്ലെ അമ്മയുടെ പേര് മൈ മദേഴ്സ് നെയിം ഇസ് ഡാഷ് ആൻഡ് ഷീ ഇസ്, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ആൻഡ് ഷീ ഇസ് അവരെന്താണ്? ഒരു ഹൗസ് വൈഫ്. നിങ്ങൾക്ക് ആ ഹൗസ് വൈഫിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വേർഡ് മിസ് പറഞ്ഞു തരട്ടെ. ഹോം മേക്കർ എന്ന് പറയാം കേട്ടോ. എല്ലാവരും പറയാ ഹൗസ് വൈഫ് എന്നാണ്. അതിന് പകരം നിങ്ങൾക്ക് എന്ത് പറയാം? ഹോം മേക്കർ. എന്താണ്? ഹോം മേക്കർ എന്ന് പറയാം കേട്ടോ. അമ്മ വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ടീച്ചറാണ്, അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും അമ്മ എന്താണോ ജോലി ചെയ്യുന്നത് ആ ജോലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം കേട്ടോ. നമുക്ക് നമ്മുടെ പേരൻസ് അച്ഛനും അമ്മയ്ക്ക് എന്താ ജോലി എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ പറയാൻ വേണ്ടി കഴിയണം. അതിനകത്ത് നമ്മൾ ഒരു കാരണവശാലും ഒരു മടിയോ ചമ്മലോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഐ ഹാവ് ഡാഷ് ബ്രദർ ഓർ സിസ്റ്റർ. ഇനി നമുക്ക് നമ്മുടെ സിബ്ലിങ്സ്, എന്താ നമ്മൾ ബ്രദറിനും സിസ്റ്ററിനും എന്താ പറയാ? സിബ്ലിങ്സ് എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് പറയാം അല്ലേ, ഐ ഹാവ് 2 brothers and 1 sister. അല്ലെ ഐ ഹാവ് 2 brothers and 1 sister. അങ്ങനെ ഒരുപാട് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ എല്ലാവരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ബ്രദർ അല്ലെങ്കിൽ ഒരൊറ്റ സിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്താണ്, വീട്ടിൽ ചിലപ്പം പെറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. പൂച്ച ഉണ്ടാവും, പട്ടി ഉണ്ടാവും, തത്ത ഉണ്ടാവും, ഇങ്ങനെ പല പെറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയാ? ഐ ഹാവ് എ പെറ്റ്. അല്ലെ ഐ ഹാവ് എ പെറ്റ്, എനിക്കൊരു പെറ്റ് ഉണ്ട്. അവിടെ നമ്മള് എന്താ? ഇറ്റ്സ് നെയിം ഇസ് എന്നാണ് പറയാ. അതിന്റെ പേര് അല്ലെ, അതിന്റെ പേര് ഇറ്റ്സ് നെയിം ഇസ് ഡാഷ്. ഇറ്റ്സ് നെയിം ഇസ് പൂപ്പി, അല്ലെങ്കിൽ ഇറ്റ്സ് നെയിം ഇസ് ടോഫു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് പറയാം കേട്ടോ. ദെൻ അടുത്തത്, അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിനെ കുറിച്ചും പറഞ്ഞു. ഇനി എന്താണ്? മൈ ഹോബീസ് ആർ. എൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? അപ്പൊ ഇനി കുറെ പേർക്ക് സംശയം ഉണ്ടാവൂലേ, എന്തൊക്കെയാ മിസ്സേ കുറച്ച് പറയാൻ പറ്റിയ നല്ല ഹോബി പറഞ്ഞു തരുമോ? ഇതാടാ, റീഡിങ്, ഡ്രോയിങ്, സിംഗിങ്, ഡാൻസിങ്, വാച്ചിങ് കാർട്ടൂൺസ്, പ്ലേയിങ് ഫുട്ബോൾ, ഗാർഡനിങ്, കുക്കിംഗ്, സൈക്ലിംഗ്, ലിസ്ണിംഗ് ടു മ്യൂസിക്. ഇതൊക്കെ തന്നെ എന്താണ്? ഹോബീസ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മൈ ഹോബീസ് ആർ. ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? ശീലങ്ങൾ. അതായത് നമുക്കിങ്ങനെ ശീലങ്ങൾ അല്ല, എന്താ പറയാ, നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കില്ല, അതിനാണ് നമ്മൾ ഹോബി എന്ന് പറയാം കേട്ടോ. അത് പറയാം. ദെൻ മൈ ഫേവറേറ്റ് സബ്ജക്ട് ഇസ്. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്, മാത്സ് ആണെങ്കിൽ മാത്സ് പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പറയാം, അതും കൂടെ നിങ്ങൾ പറയാം. ദെൻ ഐ വാണ്ട് ടു ബിക്കം a dash in the future. അല്ലെ നിങ്ങൾക്ക് അവിടെ എന്തായിട്ട് മാറണം? I want to become a doctor, അല്ലെങ്കിൽ I want to become a teacher, I want to become an engineer. ആൻ എഞ്ചിനീയർ എന്നാ പറയാം കേട്ടോ. കാരണം എഞ്ചിനീയർ എന്നുള്ള എന്താണ്? വവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലേ. അപ്പൊ നമ്മൾ ആൻ എഞ്ചിനീയർ എന്നാണ് പറയാം കേട്ടോ. സോ ഐ വാണ്ട് ടു ബിക്കം ആൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ആൻഡ് ഫൈനലി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എന്താ പറയേണ്ടത്? താങ്ക് യു. എന്താണ്?
താങ്ക് യുവും കൂടെ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റില്ലേ? ഇപ്പൊ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, പഠിച്ചൂടെടാ. നിങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും പഠിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. ഇനിതാ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാ കേട്ടോ. ദെൻ മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. എല്ലാവരെയൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി നോക്കുക. സ്പീക്ക് ക്ലിയർലി ആൻഡ് സ്ലോലി. പതുക്കെ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളിങ്ങനെ എന്താ പറയാ, സ്പീഡിൽ പറഞ്ഞു തീർക്കൊന്നും വേണ്ട. ആരും നിങ്ങളെ വന്നിട്ട് വേഗം ഇറങ്ങിപ്പോ അങ്ങനെയൊന്നും പറയില്ല. പതുക്കെ സമാധാനത്തോടുകൂടി പറഞ്ഞാൽ മതി. സ്റ്റാൻഡ് കോൺഫിഡൻ്റ്ലി ആൻഡ് പ്രോപ്പർലി. ചുമരിൽ ചാരി നിൽക്കുക, മേശന്റെ മേലെ ചാരി നിൽക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അല്ലേ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൈയൊക്കെ ഇങ്ങനെ 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 വെച്ചിട്ട് മൈ ഫാദേഴ്സ് നെയിം ഇസ്, മൈ മദേഴ്സ് നെയിം ഇസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്, താങ്ക് യു പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റോബോട്ടിനെ പോലെ ഇങ്ങനെ ഓർത്തോർത്തോർത്ത് പറയരുത്. നമ്മൾ നാച്ചുറൽ ആയിട്ട് പറയുന്ന പോലെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടേബിളിന്റെ മേലെ ചാരി നിൽക്കുക, കൈ ഇങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ എന്താ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം ഓടിപ്പോയിരിക്കുക, അങ്ങനെയൊന്നുമല്ല. താങ്ക് യു പറഞ്ഞിട്ട് പതുക്കെ പോയിരിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടൊരു സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. മിസ് ഇവിടെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്തുക, അതേപോലെ തന്നെ പേരൻസിന്റെ പേരും നിങ്ങളുടെ പേരുകൾ മാത്രം മാറ്റുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ, മൈ നെയിം ഇസ് അനന്യ, ഐ ആം 11 years old, I come from Kochi, my father's name is Rajesh, he is a driver, my mother's name is Deepa, she is a teacher, I have one brother, his name is Rahul, I have a pet dog, its name is Tommy, my hobbies are drawing, reading and dancing, my favorite subject is English, I want to become a doctor in the future. Thank you. കണ്ടോ, ഇതുപോലെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പേരൊക്കെ ഓർത്ത് വെച്ച് നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇടുക. നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂളായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഉള്ള ദിവസം കൊണ്ട് ഇത് പഠിക്കുക. സ്കൂളിൽ ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പറയാം കേട്ടോ. എൻ്റെ നിങ്ങൾ സ്കൂൾ പറഞ്ഞിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോ, ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം മിസ് നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, താഴെ കുറെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്, അതൊന്ന് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ് വരാം. ഓക്കെ, ബൈ.